മക്കളെ, ഇന്ന് നമുക്ക് മീട്ട സന്തര എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. മീട്ട സന്തര കിസ് വിധാക്കി രചന ഹേ. മീട്ട സന്തര എന്നത് ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? സംസ്മരണാണ് മീട്ട സന്തര. മീട്ട സന്തര സംസ്മരൺ. കിസ്നെ ലിഖ? യായാവർ. ആരാണ് എഴുതിയത്? യായാവർ ആണ് മീട്ട സന്തര എന്ന ലേഖനം മീട്ട സന്തര എഴുതിയിരിക്കുന്നത്. ലേഖക് ഷിലാങ് മേ കഹാ രഹത്തെ? ലേഖകൻ ഷിലാങ്ങിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? മൽക്കി ഹിൽസ് മേ. മൽക്കി ഹിൽസിലാണ് ലേഖകൻ താമസിച്ചിരുന്നത്. ഷിലാങ്ങിലെ മൽക്കി ഹിൽസിലാണ് ലേഖകൻ താമസിച്ചിരുന്നത്. ചോട്ടിസി ഗുമട്ടി കഹാംദ? ചോട്ടിസി ഗുമട്ടി എവിടെയായിരുന്നു? ചെറിയ ഒരു പെട്ടിക്കട ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് എവിടെയായിരുന്നു? ലേഖകക്കെ ഗർക്കെ പാസ്. ലേഖകന്റെ വീടിന്റെ അരികിലായിട്ട് മൽക്കി ഹിൽസ് മേ. മൽക്കി ഹിൽസിൽ, മൽക്കി ഹിൽസ് എന്ന സ്ഥലത്തായിരുന്നു ലേഖകൻ താമസിച്ചത്. ആ ലേഖകൻ താമസിക്കുന്ന മൽക്കി ഹിൽസ് എന്ന സ്ഥലത്തിന്റെ അരികിലായിട്ടായിരുന്നു ഈ പെട്ടിക്കട ഉണ്ടായിരുന്നത്. ഗുമട്ടി മേം ക്യാ ക്യാ ദി? ഗുമട്ടി മേം എന്നാണ്. മേം ക്യാ ക്യാ ദി? ഗുമട്ടി മേം ക്യാ ക്യാ ദി? ആ ഗുമട്ടിയിൽ, ആ പെട്ടിക്കടയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? ക്യാ ക്യാ ദി? പെട്ടിക്കടയിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്? സന്തരെ, കേലെ, പ്ലം, എന്തൊക്കെയാണ്? നാരങ്ങണ്ട്, കേലെ പഴങ്ങൾ കേട്ടോ. കേല, കേല എന്ന് എഴുതിയാലും മതി. കേല പറഞ്ഞ പഴം. പ്ലം, പിന്നെന്താണ്? പൈനാപ്പിൾ, ഉബലേ ശക്കർക്കന്ത്, പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, ചോക്ലേറ്റ്, പെപ്പർ മിന്റ്. ഇത്രയും സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബൂട്ടി കാങ്ക് കെ സാത്ത് കോൻ ബി ബൈട്ടേത്? ബൂട്ടി കാങ്ക് വൃദ്ധയായിട്ടുള്ള ആ കച്ചവടക്കാരിയുടെ കൂടെ കോൻ ബി ബൈട്ടേത്? ആരും കൂടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്? ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് കോൻ ആരായിരുന്നു? പോത്തി. പോത്തി പറഞ്ഞ ചെറുമകൾ. ചെറുമകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മകന്റെ മകൾ അല്ലെങ്കിൽ മകളുടെ മകൾ. 20 साल के बाद ഗുമട്ടി മേ കോൻ ബൈട്ടി ദി? 20 വർഷങ്ങൾക്ക് ശേഷം ആ ഗുമട്ടിയിൽ ആരാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്? 20 വർഷത്തിന് ശേഷം അവിടെ ഇരുന്നത്, അവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇരുന്നത് ആരായിരുന്നു? വഹ് പോത്തി ആർ ഉസ്കി ബേട്ടി? ആ ചെറുമകളും അവളുടെ മകളും. ബൂട്ടി കാങ്കിന്റെ ചെറുമകളും അവളുടെ മകളുമായിരുന്നു പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നത്. കോൻ പൈസ ലേനേസെ ഇൻകാർ കിയ? ആരാണ് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് നിരസിച്ചത്? പൈസ വാങ്ങാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് ആരായിരുന്നു? യുവതി. യുവതിയായിരുന്നു പൈസ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ലേഖകൻ സന്തര വാങ്ങിയില്ലേ, സന്തര വാങ്ങിയപ്പോൾ യുവതിക്ക് പൈസ നൽകി. പക്ഷേ യുവതി ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് വിസമ്മതം പ്രകടിപ്പിച്ചു. കോൻ ഗബ്ഷബ് കർത്ത? ആരാണ് സംസാരിച്ചത്? ഗബ്ഷബ് പറഞ്ഞാൽ വാർത്താലാപം, രണ്ടുപേരോടെ സംസാരിക്കുക. ആരാണ് സംസാരിച്ചിരുന്നത്? രണ്ടുപേർ തമ്മിൽ അവിടെ സംഭാഷണം നടത്തുമായിരുന്നു എന്ന് പറഞ്ഞല്ലേ, ആ രണ്ടുപേരുമായിരുന്നു അവിടെ സംസാരിക്കാറുണ്ടായിരുന്നത്. ലേഖക് ആർ ബൂട്ടി കാങ്ക്? ലേഖകനും അതുപോലെ തന്നെ വൃദ്ധയായിട്ടുള്ള ആ കച്ചവടക്കാരിയുമാണ്, അവർ തമ്മിലാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഫ്രൂട്ട്സിൻ്റെ പേരും അതുപോലെ തന്നെ പച്ചക്കറി, അതിൻ്റെ രണ്ടിൻ്റെയും പേര് നിങ്ങൾ കാണാതെ കുറച്ചെണ്ണമൊക്കെ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ.